നമസ്കാരം. എല്ലാ രാജ്യങ്ങളുടെ ഭരണഘടനയിലും നിയമങ്ങളുണ്ട്, അല്ലേ? പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒരു പ്രത്യേകതയുണ്ട്. രാജ്യത്തിനു വേണ്ടിയുള്ള ഒരു ടു ഡു ലിസ്റ്റാണത്. അതായത് ഓരോ സർക്കാരും എന്തൊക്കെ ലക്ഷ്യങ്ങൾ നേടണം എന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ്. ഇതിനെയാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ആത്മാവ് എന്ന് തന്നെ പറയാവുന്ന ഈ ഒരു ആശയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഈ ആശയത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ഈ വാക്കുകൾ മാത്രം മതി. ഭരണഘടനയുടെ മനസ്സാക്ഷി. അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത്? ഇവ വെറും കടലാസിലെ നിയമങ്ങളല്ല, മറിച്ച് നമ്മുടെ രാജ്യം ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് എന്ന് കാണിച്ചു തരുന്ന ഒരു ധാർമ്മിക വഴികാട്ടിയാണ്. ഒരു രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് ജീവൻ കൊടുക്കുന്ന ആത്മാവ്. അപ്പോ എന്താണ് ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ന് ചോദിച്ചാലേ സിമ്പിളായി പറയാം, ഇത് നമ്മുടെ രാജ്യത്തിന്റെ വലിയ സ്വപ്നങ്ങളാണ്. നമ്മൾ എങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ് കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന വലിയ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ. നമ്മുടെ ഭരണഘടനയുടെ 4-ാം ഭാഗത്താണ് ഈ ലക്ഷ്യങ്ങളൊക്കെ കൃത്യമായി എഴുതിവച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തത്വങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശമെന്താണ്? ഒരു രാജ്യത്തിന്റെ ധാർമ്മിക ദിശാസൂചിയായിട്ട്, ഒരു മോറൽ കോമ്പസ് പോലെ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ്. ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ ഒരു സർക്കാർ ഈ തത്വങ്ങൾ പാലിച്ചില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ പോയി കേസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, പിന്നെ ഇതുകൊണ്ട് എന്ത് കാര്യം, അല്ലേ? പക്ഷെ കാര്യമുണ്ട്. ഇവ നിയമങ്ങളുണ്ടാക്കുന്ന സർക്കാരുകൾക്കുള്ള ഒരു മാർഗരേഖയാണ്, ഒരു ഗൈഡ് ബുക്ക് പോലെ. രാഷ്ട്രീയ ജനാധിപത്യം മാത്രം പോരല്ലോ, എല്ലാവർക്കും സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ ലക്ഷ്യങ്ങൾ ഭരണഘടനയിൽ ചേർത്തത്. ഈ വലിയ ലക്ഷ്യങ്ങളെ നമുക്ക് പ്രധാനമായും 3ആയിട്ട് തിരിക്കാം. രാജ്യത്തിന്റെ പുരോഗതി എന്ന വലിയൊരു കെട്ടിടത്തെ താങ്ങി നിർത്തുന്ന 3 പ്രധാന തൂണുകൾ പോലെ. അവ ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് സോഷ്യലിസ്റ്റ് തത്വങ്ങൾ. ഇതിന്റെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് സാമ്പത്തിക നീതിയാണ്. അതായത് രാജ്യത്തിന്റെ സമ്പത്ത് കുറച്ചുപേരുടെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാവർക്കും നല്ലൊരു ജീവിത സാഹചര്യം ഒരുക്കണം. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന ആശയം. ആണായാലും പെണ്ണായാലും ഒരേ ജോലി ചെയ്താൽ ഒരേ ശമ്പളം കിട്ടണം. രണ്ടാമത്തത് ഗാന്ധിയൻ തത്വങ്ങൾ. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന സ്വപ്നമാണ് ഇതിനു പിന്നിൽ. അതായത് വികസനമെന്നത് ഡൽഹിയിൽ നിന്നോ വലിയ നഗരങ്ങളിൽ നിന്നോ മാത്രം തുടങ്ങേണ്ട ഒന്നല്ല, മറിച്ച് ഓരോ ഗ്രാമത്തിൽ നിന്നും തുടങ്ങണം. അധികാരം താഴെത്തട്ടിലുള്ള സാധാരണക്കാരന്റെ കയ്യിലേക്ക് എത്തണം എന്ന വലിയൊരാശയമാണിത്. ഇനി 3ാമത്തെ വിഭാഗം ലിബറൽ ബൗദ്ധിക തത്വങ്ങൾ. കുറച്ചുകൂടി ആധുനികവും പുരോഗമനപരവുമായ ഒരു ഇന്ത്യയെക്കുറിച്ചാണ് ഇവ സംസാരിക്കുന്നത്. രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും ഒരേപോലെയുള്ള നിയമം, അതായത് യൂണിഫോം സിവിൽ കോഡ്, നമ്മുടെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം, പിന്നെ കോടതികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഓക്കേ, ഈ ആശയങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇതൊക്കെ വെറും പുസ്തകത്തിൽ ഒതുങ്ങിയാൽ മതിയോ? സാധാരണക്കാരായ നമുക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടി? ഈ ഭരണഘടനയിലെ സ്വപ്നങ്ങൾ എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന നിയമങ്ങളായിട്ട് മാറിയതെന്ന് നോക്കാം. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 40. അതിൽ പറയുന്നു, ഗ്രാമങ്ങൾക്ക് സ്വയം ഭരിക്കാൻ പഞ്ചായത്തുകൾ വേണമെന്ന്. ഇതൊരു നിർദ്ദേശമായിരുന്നു. പതിറ്റാണ്ടുകളോളം അതങ്ങനെ ഒരു നിർദ്ദേശമായിട്ട് കിടന്നു. പക്ഷേ പിന്നീട് വന്ന 73, 74 ഭരണഘടനാ ഭേദഗതികൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. ഗാന്ധിജി മുന്നോട്ടുവെച്ച ആ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന് നിയമപരമായ ഒരു അടിത്തറ കിട്ടി. അധികാരം ശരിക്കും ഗ്രാമങ്ങളിലേക്കെത്തി. ഇതൊരു ഉദാഹരണം മാത്രമല്ലാട്ടോ. ഇതിലും വലിയൊരു മാറ്റം വന്നത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണ്. ഒരു കാലത്ത് വെറുമൊരു ലക്ഷ്യം മാത്രമായിരുന്ന വിദ്യാഭ്യാസം പിന്നീട് ഓരോ ഇന്ത്യൻ കുട്ടിയുടെയും മൗലികാവകാശമായി മാറി. ആലോചിച്ച് നോക്കൂ. അതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന പല പരിസ്ഥിതി നിയമങ്ങളും തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ ഭരണഘടനയുടെ ആ ടു ഡു ലിസ്റ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു വന്നതാണ്. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. നമുക്ക് കോടതി വഴി നേടിയെടുക്കാൻ പറ്റുന്ന മൗലികാവകാശങ്ങളും അങ്ങനെ പറ്റാത്ത ഈ നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ ഒരു ക്ലാഷില്ലേ? ഒന്നിന് മറ്റൊന്നിനേക്കാൾ പ്രാധാന്യം കൂടുതലുണ്ടോ? ഈ താരതമ്യമൊന്ന് നോക്കൂ, അപ്പോൾ ക്ലിയറാകും. മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിനോട് നിങ്ങൾ ഇതൊന്നും ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഡോണ്ട് ഡു ലിസ്റ്റാണ്. പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടരുത്, അവരെ സംരക്ഷിക്കണം എന്നൊക്കെ. പക്ഷെ നിർദ്ദേശക തത്വങ്ങളോ, അത് സർക്കാരിനോട് നിങ്ങൾ ഇതൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ടു ഡു ലിസ്റ്റാണ്. ഒന്ന് പൗരനെ ഭരണകൂടത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു, മറ്റൊന്ന് രാഷ്ട്രത്തെ നല്ലൊരു ഭാവിക്കായി നയിക്കുന്നു. ഈ ഒരു തർക്കത്തിന് നമ്മുടെ സുപ്രീം കോടതി തന്നെ മനോഹരമായൊരു ഉത്തരം നൽകിയിട്ടുണ്ട്. 1980 മിനർവ മിൽസ് കേസിൽ കോടതി പറഞ്ഞു, ഇവ രണ്ടും പരസ്പരം മത്സരിക്കുന്നവരല്ല, മറിച്ച് ഒരു രഥത്തിന്റെ 2 ചക്രങ്ങൾ പോലെയാണ്. ഒന്നു മാത്രമുണ്ടായിട്ട് കാര്യമില്ല.
പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ചക്രവും രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ചക്രവും രണ്ടും ഒരുമിച്ച് നീങ്ങിയാലേ രഥം മുന്നോട്ടു പോകൂ. ശരി, 70 വർഷം മുൻപ് എഴുതിയ ഈ ലക്ഷ്യങ്ങൾക്ക് ഇന്നത്തെ ഡിജിറ്റൽ ഇന്ത്യയിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഒരുപാടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ കാണുന്ന പല വലിയ സർക്കാർ പദ്ധതികളുടെയും വേരുകൾ ചെന്നു നിൽക്കുന്നത് ഈ തത്വങ്ങളിലാണ്. ഉദാഹരണത്തിന്, പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തണം എന്ന ആ പഴയ നിർദ്ദേശക തത്വത്തിന്റെ ഇന്നത്തെ ഒരു രൂപമാണ് ആയുഷ്മാൻ ഭാരത് പോലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. എല്ലാവർക്കും സ്വന്തമായൊരു വീട് എന്ന ലക്ഷ്യമാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് പിന്നിലുള്ളത്. അപ്പോൾ ആ പഴയ ഭരണഘടനാ സ്വപ്നങ്ങൾ ഇന്നും നമ്മുടെ നയങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ത്യയുടെ ഭരണഘടനയിലെ ഈ ടു ഡു ലിസ്റ്റ് പഴയൊരു കടലാസ് മാത്രമല്ല, അതിന്നും ജീവിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ഒരു ശക്തിയാണ്. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. ഇന്ത്യയുടെ ഈ വലിയ സ്വപ്നങ്ങളുടെ പട്ടികയിൽ അടുത്തതായി നമ്മൾ ഏത് ലക്ഷ്യമാണ് ചേർക്കേണ്ടത്?